നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലെ ഭീകരൻ സർഫറാസിനെ ലാഹോറിൽ കയറി തീർത്തതിന്റെ ഞെട്ടലിലാണ് പാക് പട്ടാളം. ലാഹോറിൽ മാത്രമല്ല, പാകിസ്ഥാന്റെ മുക്കിലും മൂലയിലും വരെ അജിത് ഡോവലിന്റെ ചാരന്മാർ ഇറങ്ങിയിട്ടുണ്ടെന്ന ഭീതിയിൽ അരിച്ചു പെറുക്കുകയാണ് പാകിസ്ഥാൻ പട്ടാളം. പാക് മണ്ണിന്റെ മാപ്പ് അരച്ചു കലക്കി കുടിച്ചവനാണ് ഡോവൽ. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ ഇപ്പോൾ നടക്കുന്ന ഭീകരരുടെ കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഇന്ത്യ തന്നെയാണെന്ന് വാദിക്കുകയാണ് പാക് ഭരണകൂടം. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം റോയുടെ ചാരന്മാരാണ് പാകിസ്ഥാനിൽ ഇറങ്ങിയിരിക്കുന്നതെന്ന ഭീതിയിലാണ് പാക് പട്ടാളം. ആ അജ്ഞാതൻ ആരാണ്? അല്ലെങ്കിൽ ഒരു കൂട്ടം അജ്ഞാതർ. അത് കണ്ടെത്താതെ ഉറക്കമില്ലെന്ന് പാക് ഭരണകൂടം. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് പാകിസ്ഥാനിലെ ജയിലിൽ കഴിഞ്ഞിരുന്ന ഇന്ത്യൻ പൗരൻ സരബ്ജിത് സിംഗിനെ കൊലപ്പെടുത്തിയ അമീർ സർഫറാസ് താംബയെ ഏറെക്കാലമായി ഇന്ത്യ നോട്ടമിട്ടിരുന്നതാണ്. ലഷ്കർ എ ത്വയ്ബ സ്ഥാപകൻ ഹാഫിസ് സയ്യിദുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന അധോലോക കുറ്റവാളി കൂടിയായിരുന്നു താംബ. സരബ്ജിത് സിംഗിന്റെ ജയിൽവാസവും 2013 അദ്ദേഹത്തിന്റെ മരണവും അക്കാലത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സുപ്രധാന നയതന്ത്ര പ്രശ്നമായിരുന്നു. വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യുന്ന വിപുലമായ തന്ത്രത്തിന്റെ ഭാഗമായി ഇന്ത്യൻ സർക്കാർ പാകിസ്ഥാനിൽ കൊലപാതകങ്ങൾ നടത്തുന്നതായി ബ്രിട്ടീഷ് മാധ്യമമായ ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് താംബ അജ്ഞാതന്റെ വെടിയേറ്റു മരിക്കുന്നത്. 2020 മുതൽ പാകിസ്ഥാനിൽ ഇന്ത്യ 20 കൊലപാതകങ്ങൾ നടത്തി എന്നാണ് ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തത്. താംബ അജ്ഞാതന്റെ വെടിയേറ്റ് മരിച്ചതിന് പിന്നിൽ ഇന്ത്യയാണെന്നാണ് പാകിസ്ഥാന്റെ ആരോപണം. ആക്രമണത്തിന് പിന്നിൽ ഇന്ത്യയാണെന്ന ആരോപണവുമായി രംഗത്തെത്തിയത് പാക് ആഭ്യന്തരമന്ത്രി സയ്യിദ് മൊഹസിൻ റാസ നഖ്വിയാണ്. ഇക്കാര്യത്തിൽ കാര്യമായ തെളിവുകൾ ഒന്നും നൽകാതെയാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചത്. സരബ്ജിത് സിംഗിനെ കൊലപ്പെടുത്തിയ കേസിൽ താംബയെ കുറ്റവിമുക്തനാക്കി 5 വർഷത്തിന് ശേഷമാണ് കൊലപാതകം നടന്നിരിക്കുന്നത്. ബൈക്കിലെത്തിയ അക്രമികൾ നടത്തിയ ആക്രമണം പാകിസ്ഥാനിൽ നടക്കുന്ന കൊലപാതകങ്ങളുടെ പാറ്റേണുമായി ചേർന്നു പോകുന്നതാണെന്നാണ് പത്രസമ്മേളനത്തിൽ നഖ്വി പറഞ്ഞത്. പാകിസ്ഥാൻ മണ്ണിൽ നടന്ന മറ്റ് 4 കൊലപാതകങ്ങളിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന് സംശയിക്കുന്നതായി പറഞ്ഞ നഖ്വി കൂടുതൽ തെളിവുകൾക്കായി കാത്തിരിക്കുകയാണെന്നും കൂട്ടിച്ചേർത്തു. പക്ഷേ ആരോപണത്തോട് ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല. ഈ വർഷം ആദ്യവും പാകിസ്ഥാനിൽ നടന്ന കൊലപാതകങ്ങളിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്നതിന് വിശ്വസനീയമായ തെളിവുകൾ കൈവശമുണ്ടെന്ന് അവർ അവകാശപ്പെട്ടിരുന്നു. പക്ഷേ അസത്യവും ദുരുദ്ദേശപരവുമായ ഇന്ത്യ വിരുദ്ധ വിവരണങ്ങൾ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇന്ത്യ ഇത് തള്ളിക്കളയുകയായിരുന്നു. ഇന്ത്യൻ സർക്കാർ പാകിസ്ഥാനിൽ കൊലപാതകങ്ങൾ നടത്തുന്നതായുള്ള റിപ്പോർട്ട് ബ്രിട്ടീഷ് മാധ്യമമായ ദ ഗാർഡിയൻ ഏപ്രിൽ 5 പ്രസിദ്ധീകരിക്കുന്നത്. ഇന്ത്യൻ ചാര സംഘടനയായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ, അതായത് റോയുടെ മേൽനോട്ടത്തിൽ ഇന്ത്യൻ സർക്കാർ കൊലപാതകങ്ങൾ നടത്തുന്നു എന്ന ആരോപണമാണ് ഗാർഡിയൻ ഉന്നയിച്ചത്. പാകിസ്ഥാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിയ രേഖകളും ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ഉദ്യോഗസ്ഥരെയും ഉദ്ധരിച്ചായിരുന്നു റിപ്പോർട്ട്. 2020 മുതൽ പാകിസ്ഥാനിൽ ഇന്ത്യ 20 കൊലപാതകങ്ങൾ നടത്തിയതായും അത് തുടർന്നുവെന്നും ഗാർഡിയൻ റിപ്പോർട്ടിൽ പറയുന്നു. 2019 പുൽവാമ ആക്രമണത്തിന് ശേഷമാണ് വിദേശ മണ്ണിൽ തീവ്രവാദികളെ ലക്ഷ്യമിട്ടുള്ള നീക്കം നടന്നതെന്ന് ദിനപത്രത്തിൽ പറയുന്നു. പുൽവാമയ്ക്ക് ശേഷം ആക്രമണം നടത്താനോ എന്തെങ്കിലും അസ്വസ്ഥതകൾ സൃഷ്ടിക്കാനോ കഴിയുന്നതിന് മുൻപ് രാജ്യത്തിന് പുറത്തുള്ള സംഘങ്ങളെ ലക്ഷ്യം വയ്ക്കുന്ന തരത്തിൽ സമീപനം മാറി. ഒരു ഇന്ത്യൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ ദി ഗാർഡിയനോട് പറഞ്ഞതായി ഇതിൽ ഉദ്ധരിക്കുന്നു. ഇസ്രയേലിന്റെ ചാരസംഘടനയായ മൊസാദിൽ നിന്നും റഷ്യൻ ചാരസംഘടന KGBയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇന്ത്യ ഈ കൊലപാതകങ്ങൾ നടത്തിയതെന്നാണ് റിപ്പോർട്ട്.